ഇന്ന് നമ്മളുടെ ലെൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗത്തേക്കാണ് ശ്രദ്ധിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്തു അല്ലേ? ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തും അതൊക്കെ വെച്ചിട്ട് ഇമേജ് ഡിസ്റ്റൻസ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ലെൻസുകൾ ഉപയോഗിക്കുന്ന നമ്മൾ ഡെയിലി കാണുന്നതായിട്ടുള്ള എന്തൊക്കെയാണ് ആ സാധനങ്ങളിലാണ്, എന്തൊക്കെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ലെൻസ് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, അതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പം പലതും നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ കണ്ണട ഇടുന്ന കുട്ടികളുണ്ടാവും അല്ലേ? വീടുകളിൽ നമ്മളുടെ കണ്ണടകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പം കണ്ണട യൂസ് ചെയ്യുമ്പം ആദ്യം ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താണ് കണ്ണടേൻ്റെ പവർ എന്നുള്ളത് അല്ലേ? സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്, എത്രയാണ് കണ്ണടേൻ്റെ പവർ? അപ്പോൾ എന്താണ് ഈ പവർ എന്നുള്ളത്? ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. പവർ എന്താണ്, അതെങ്ങനെ കണ്ടുപിടിക്കും, അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ലെൻസ് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മളുടെ സ്പെക്ടക്കിൾസ് എന്ന് പറയും അല്ലേ, കണ്ണടകൾ. ക്യാമറേൻ്റെ അകത്ത് എന്താണുള്ളത്? ഫോട്ടോ എടുക്കുമ്പം നമ്മൾ ഫോക്കൽ ലെങ്ത്താണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പഴയ കാലത്തെ ക്യാമറ ആണെങ്കിൽ നമ്മൾ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലിക്ക് ചെയ്യുന്നത്. ബൈനോക്കുലേഴ്സ്, അതിൻ്റെ അകത്തും നമ്മൾ കണ്ണ് നോക്കുന്ന ഭാഗം അല്ലേ, അതൊക്കെ എന്താണ്? ലെൻസ് തന്നെയാണ്. അവിടെയും യൂസ് ചെയ്യുന്ന ലെൻസാണ്. നമ്മളുടെ സ്കൂളിൽ സ്മാർട്ട് ബോർഡ് ഉണ്ടെങ്കിൽ അവിടെ അതിൻ്റെ മുകളിൽ പ്രൊജക്ടേഴ്സ് ഉണ്ടാവും. അവിടെയും യൂസ് ചെയ്യുന്നത് തന്നെയാണ്, ലെൻസ് തന്നെയാണ്. പിന്നെ വരുന്നതാണ് നമ്മളുടെ മൈക്രോസ്കോപ്പ് എന്താ? ചെറിയ സാധനങ്ങളെ വലുതായി നമുക്ക് കാണിച്ചു തരുന്ന ഡിവൈസാണ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ. മൈക്രോസ്കോപ്പ് രണ്ട് രീതിയിലുണ്ട്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉണ്ട്, അതേപോലെ തന്നെ സിമ്പിൾ മൈക്രോസ്കോപ്പ് ഉണ്ട്. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നാണ് പറയുന്നത്. ഇതാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ്. അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നതിനെ വിളിക്കാൻ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അകത്ത് രണ്ട് ടൈപ്പ് ലെൻസസും ഉപയോഗിക്കാറുണ്ട്. കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും രണ്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ഒരു ടൈപ്പ് ലെൻസേ ഉപയോഗിക്കാറുള്ളൂ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കൊണ്ട് നമുക്ക് കൂടുതൽ മാഗ്നിഫിക്കേഷൻ കിട്ടും അല്ലേ? കുറച്ച് സാധനങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വലുതായി കാണാൻ സാധിക്കും. പക്ഷേ സിമ്പിൾ മൈക്രോസ്കോപ്പിന് അതിൻ്റെ ഒരു റേഞ്ച് ഉണ്ട്. അതിനുള്ളിലുള്ള വലുപ്പേ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുള്ളൂ. വളരെ ചെറിയ ഡീറ്റെയിൽസ് നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ. പിന്നെ വരുന്നതാണ് നമ്മളുടെ ടെലിസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഡിവൈസ്. ദൂരെയുള്ള ഒബ്ജക്ട്സിന്, അതായത് മെയിൻലി നമ്മൾ ആകാശത്തേക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലാനറ്റ്സിനെ ഒബ്സർവ് ചെയ്യാൻ, സ്റ്റാർസിനെ ഒബ്സർവ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് ടെലിസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്? ലെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇത്രയാണ് ആ ഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത വരുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞ എന്താണ് ലെൻസിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ലെൻസ് പഠിച്ചില്ലേ? കോൺകേവ് ലെൻസ് പഠിച്ചു, കോൺവെക്സ് ലെൻസും പഠിച്ചു. അപ്പോൾ ആ കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും പ്രത്യേകത എന്തായിരുന്നു? ഒരു ലെൻസ് ലൈറ്റ് റേസിനെ ഒരു പ്രത്യേക പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് അവിടെ അതിനെ വരുത്തുന്നു. മറ്റേതോ ഒരു ഫോക്കസിൽ നിന്ന് പുറത്തേക്ക് ലൈറ്റ് റേസ് പോരുന്ന പോലെ നമുക്ക് തോന്നും അല്ലേ? അപ്പം ഒരു ലെൻസ് ലൈറ്റ് റേസിനെ എത്രത്തോളം കൺവേർജ് ചെയ്യുന്നോ, എത്രത്തോളം ഡൈവേർജ് ചെയ്യുന്നോ, അതിൻ്റെ എബിലിറ്റിക്ക്, ആ കഴിവിന് വിളിക്കുന്ന പേരാണ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം ബന്ധപ്പെട്ടത് കിടക്കുന്ന എന്തിനോടാണ്? ആ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ആയിട്ടായിരിക്കും അതെപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഓക്കെ, റിലേറ്റഡ് ടു ഫോക്കൽ ലെങ്ത്. അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ എന്താ? എബിലിറ്റി ടു കൺവേർജ്. ഒരു ലെൻസിൻ്റെ കൺവേർജ് ചെയ്യാനോ ഡൈവേർജ് ചെയ്യാനോ അതിൻ്റെ കഴിവിനെയാണ്, എബിലിറ്റിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിൻ്റെ പവർ എന്ന് പറഞ്ഞത്. അതായത് അതിൻ്റെ അകത്ത് വന്ന് പതിക്കുന്ന അല്ലെങ്കിൽ വീഴുന്ന ലൈറ്റ് റേസിനെ എത്രത്തോളം അത് കൺവേർജോ ഡൈവേർജോ ചെയ്യുന്നു, അതിൻ്റെ ആ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പവർ എന്ന് പറയുന്ന അതിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ എന്നാണ് പറയുന്നത്. ക്യാപിറ്റൽ ഡി ആണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡയോപ്റ്റർ. അപ്പം ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിൽ അതിനൊരു ഫോർമുല വേണ്ടേ? നമ്മളുടെ ഈ ഡെഫിനേഷൻ അവിടെ മതിയാവില്ല. അപ്പോൾ നമ്മളുടെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി, ന്യൂമറിക്കൽസിലേക്ക് വരുത്താൻ വേണ്ടി നമ്മൾ പവറിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. ഇപ്പോൾ ഫോക്കൽ ലെങ്ത് എഫ് ആണെങ്കിൽ പവർ എന്താണ് വരുന്നത്? 1/f ആണ് അല്ലേ? പവർ നമ്മൾ ഫോക്കൽ ലെങ്ത് വെറും എഫ് ആണ് എടുക്കുന്നതെങ്കിൽ പവർ എന്തായിരിക്കും? ആ ഫോക്കൽ ലെങ്ത്തിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും. പവർ ഈസ് 1/f. ഓക്കെ. ലോവർ ദ ഫോക്കൽ ലെങ്ത്, ഹയർ ദ പവർ ഓഫ് ദ ലെൻസ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുമ്പം
നേരെ എഴുതാൻ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ പറയും. 1/8 എഴുതുകയാണെങ്കിൽ അതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയും. അതിന് മീനിങ് എന്താ? ഇപ്പോൾ ഫോക്കൽ ലെങ്ത് കൂടുതലാണ് വിചാരിക്കുക, അപ്പോൾ ലെൻസിൻ്റെ പവർ എന്തായിരിക്കും? കുറവായിരിക്കും. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പവറും അതേപോലെ തന്നെ ഫോക്കൽ ലെങ്ത്തുള്ള റിലേഷൻ ശരിക്കും മനസ്സിലാക്കാം. പവർ കൂടുതലാണെങ്കിലോ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും. ഓക്കെ, അത് നമ്മൾ ശരിക്കും ഓർമ്മിച്ച് വെക്കുക. ലോവർ ദ ഫോക്കൽ ലെങ്ത് ഹയർ ദ പവർ, ഹയർ ദ ഫോക്കൽ ലെങ്ത് ലോവർ ദ പവർ, അങ്ങനെ റിലേഷൻ ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, പിന്നെ എക്സാമിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ഡിഫൈൻ വൺ ഡയോപ്റ്റർ. ഒരു ഡയോപ്റ്ററിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ആൻസർ ചെയ്തേണ്ടത്? ദ പവർ ഓഫ് എ ലെൻസ് വിത്ത് ഫോക്കൽ ലെങ്ത് ഓഫ് 1 മീറ്റർ ഈസ് 1 ഡയോപ്റ്റർ. അപ്പോൾ ഒരു ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 1 മീറ്റർ ആണെങ്കിൽ അപ്പോഴാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ ഫോക്കൽ ലെങ്ത് ഒരു ഡയോപ്റ്റർ ആയിരിക്കും. ഫോക്കൽ ലെങ്ത് 1 മീറ്റർ ആയ ലെൻസിൻ്റെ പവറിനാണ് നമ്മൾ എന്താ പറയുന്നത്? 1 ഡയോപ്റ്റർ എന്ന് പറയുന്നത്. പവർ ഓഫ് എ ലെൻസ് വിത്ത് ഫോക്കൽ ലെങ്ത് ഓഫ് 1 മീറ്റർ ഈസ് 1 ഡയോപ്റ്റർ. ഇനി ഇവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം. വാട്ട് ഈസ് ദ പവർ ഓഫ് എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 25 സെൻറ്റിമീറ്റർ? 25 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ലെൻസിൻ്റെ പവർ എത്രയാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഫോക്കൽ ലെങ്ത് 25 സെൻറ്റിമീറ്റർ ആണ്, അപ്പോൾ അതിൻ്റെ പവർ എത്രയായിരിക്കും? അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ റിലേഷൻ പ്രകാരം നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത് എഴുതി വെക്കാം. കോൺകേവ് ലെൻസാണ് പറഞ്ഞത് അല്ലേ? കോൺകേവ് ലെൻസ് ആകുമ്പം ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, സൈന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. കോൺകേവ് ലെൻസിൽ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നത്? ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ലെൻസാണ് ഫോം ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡ് ആകുമ്പം സൈൻ എന്തായിരിക്കണം? മൈനസ് ആയിരിക്കണം. അപ്പം ഫോക്കൽ ലെങ്ത് -25 സെൻറ്റിമീറ്റർ ആയിരിക്കും. അത് ഓർമ്മിക്കാം, -25 സെൻറ്റിമീറ്റർ ആയിരിക്കും വേണ്ടത്. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ പ്രത്യേകം എഴുതിയ കണ്ടോ? 1 ഡയോപ്റ്റർ എപ്പോഴാവുക? ഫോക്കൽ ലെങ്ത് 1 മീറ്റർ ആയിരിക്കണം. അപ്പം നമുക്കിവിടെ തന്നത് സെൻറ്റിമീറ്ററിലാണ്. അപ്പം നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സെൻറ്റിമീറ്ററിലാണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ അത് നിങ്ങൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 1 മീറ്റർ പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? 1 മീറ്റർ ഇസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 25 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മീറ്റർ ആയിരിക്കും? അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 25/100 എന്ന് ചെയ്യുന്നത്. 25/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര സീറോസ് ഉണ്ടോ പോയിൻറ്റിൻ്റെ ശേഷം അത്രയും നമ്പേഴ്സ് വരണം. അപ്പം 0.25 മീറ്റർ മൈനസാണ് വരുന്നത് അല്ലേ? മൈനസാണ് വരുന്നത്. അപ്പം -0.25 മീറ്റർ, -0.25 മീറ്ററാണ് ഇപ്പം അതിൻ്റെ ഫോക്കൽ ലെങ്ത്ത്. ഫോക്കൽ ലെങ്ത്ത് നമുക്ക് ആയിട്ടുള്ളൂ അല്ലേ? ഫോക്കൽ ലെങ്ത്താണ് നമ്മളിപ്പം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതിയത്. ഇനി നമ്മൾ വീണ്ടും തിരിച്ചു പോകുന്നു. പവർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പവർ ഇസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് 1/f ആണ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ഇപ്പം കാൽക്കുലേറ്റ് ചെയ്ത് ഇതാണ് നമ്മളുടെ ഫോക്കൽ ലെങ്ത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? പവർ ഇസ് ഈക്വൽ ടു, എപ്പോഴും നിങ്ങൾ ഒരു ഓർമ്മ വെക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒരിക്കലും ഡിനോമിനേറ്റർ മൈനസ് ആവരുത്. അപ്പോൾ നമ്മൾ ആ മൈനസ് സൈൻ എവിടെ ഇടണം? ഇവിടെ ന്യൂമറേറ്ററിൻ്റെ ആ ഭാഗത്ത് ഇട്ട് വെക്കണം. ഓക്കെ, -1/0.25. അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഡെസിമൽ പോയിൻ്റ് ഒഴിവാക്കാൻ എന്താ ചെയ്യുക വെച്ചാൽ 10 10ൻ്റെ മൾട്ടിപ്പിൾസും ഉണ്ട്. നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ 10ൻ്റെ ഏത് മൾട്ടിപ്പിളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് തിരിച്ചറിയുക? അത് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്കാം. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 നമ്പേഴ്സ് ഉണ്ട്, 2ഉം 5ഉം. അപ്പം 2 നമ്പേഴ്സ് അല്ലെ 2 സീറോസ് വരുന്ന 10ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഏതാ? 100 അല്ലേ? 100ൽ 2 സീറോസ് വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടോ അത്രയും സീറോസ് വരുന്ന 10ൻ്റെ മൾട്ടിപ്പിൾ കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 നമ്പേഴ്സ് വരുന്നതുകൊണ്ട് നമ്മൾ 100 കൊണ്ട് ഇൻറ്റു ചെയ്ത്, ഈ 100 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ കിട്ടുന്നത് എന്താണ്? -100 എന്ന് വരും. താഴെ 2500 എന്നാണ് വരിക. ഇനി നോക്കേണ്ടത് പോയിൻ്റ് കഴിഞ്ഞാൽ 2 നമ്പേഴ്സാണ്. അപ്പോൾ ഇവിടെയും പോയിൻ്റ് കഴിഞ്ഞാൽ 2 നമ്പേഴ്സേ വരാൻ പാടുള്ളൂ. അപ്പോൾ പോയിൻ്റ് എവിടെ കൊണ്ടുവിടും? ഇവിടെ. ഓക്കെ, 25.00 എന്നാണ് വരുന്നത്. പക്ഷേ നമ്മൾ ആ പോയിൻ്റ് ശേഷം ആ 2 സീറോസ് എഴുതാറില്ല. നമ്മളുടെ വാല്യൂ ഇപ്പോൾ എത്രയായി? -100 /
25 എന്നായി. കണ്ടോ, ഇപ്പോൾ ഡെസിമലൊക്കെ പോയി. ഇനി നമുക്കറിയാം 25 ഇൻറ്റു 4 ആണ് 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 100നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 എന്നാണ് കിട്ടുക. ഇപ്പോൾ നമ്മളുടെ ആൻസർ എത്രയായി? -4 എന്നായി. പവറിൻ്റെ യൂണിറ്റ് എന്താ? ഡയോപ്റ്റർ. ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ ഈ പ്രോബ്ലത്തിലത്തെ പവർ എത്രയാണ് കിട്ടിയത്? -4 ഡയോപ്ട്രാണ്. ഓക്കെ, -4 ഡയോപ്റ്റർ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, അതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അപ്പം കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് മെയിനായിട്ട് 2 പാർട്ടാണല്ലോ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഐ പീസ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട് അല്ലേ, ഐ പീസ്. പിന്നെ ഒരു ഭാഗം ഒബ്ജക്റ്റീവ് എന്ന് പറയും. അപ്പോൾ സാധാരണ നമ്മൾ ലാബിലൊക്കെ, നിങ്ങളിപ്പം ചിലപ്പം ലാബിൽ കൊണ്ടുപോയി കാണിക്കും, ഇവിടെ ഒരു സ്ലൈഡിൻ്റെ മുകളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന ആ ഒബ്ജക്റ്റിനെ വെക്കുന്നത് അല്ലേ. അപ്പം ഒബ്ജക്റ്റ് എവിടെയാണോ വെക്കുന്നത് അതിന് മുമ്പിൽ ഇവിടെ കണ്ടോ, ഇവിടെ കുറച്ച് ലെൻസാണിത്. നമുക്ക് വേണ്ട പവർ അനുസരിച്ചിട്ട് നമുക്ക് ആ ലെൻസിനെ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാം അല്ലേ. അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പവർ കുറഞ്ഞത് മുതൽ പവർ കൂടിയത് വരെയുള്ള ലെൻസ് അവിടെ കാണാം. അപ്പം ഒബ്ജക്റ്റിൻ്റെ അടുത്ത് വെക്കുന്ന ലെൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഒബ്ജക്റ്റീവ്. നമ്മൾ ഇവിടെ കൂടെയല്ല നോക്കുന്നത്, മുകൾ ഭാഗത്ത് കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൈക്രോസ്കോപ്പിൽ നോക്കുന്നത്. അപ്പോൾ കണ്ണിൻ്റെ അടുത്ത് വരുന്ന ആ ലെൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐ പീസ്. ഓക്കെ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് 2 ലെൻസസ് ആണ് വരുന്നത്. ഒന്ന് നമ്മൾ കണ്ണ് നോക്കുന്ന ഭാഗം, ആ കണ്ണ് നമ്മൾ വെക്കുന്ന ഭാഗത്താണ് നമ്മൾ ഇമേജ് കാണുന്നത്. ഓക്കെ, ഐ പീസ് പറയാൻ കാരണം എന്താ? അതുകൂടിയാണ് നമ്മൾ എന്ത് കാണുന്നത്? അവിടെ താഴത്ത് വെച്ച ഒബ്ജക്റ്റിൻ്റെ ഇമേജിനാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇമേജിനാണ് നമ്മളവിടെ കാണുന്നത്. അതുകൊണ്ട് കണ്ണ് വെച്ചിട്ട് നമ്മൾ നോക്കുന്ന ആ ലെൻസിനെ വിളിക്കുന്ന പേര് ഐ പീസ് എന്നാണ്. ഒബ്ജക്റ്റിൻ്റെ അടുത്ത് വെക്കുന്ന ലെൻസിനെ ഒബ്ജക്റ്റീവ് എന്ന് പറയും. ഓക്കെ, കണ്ണുകൂടെ നോക്കുന്നത് ആ ലെൻസിനെ ഐ പീസ് എന്ന് പറയും. ഒബ്ജക്റ്റ് വെച്ചിട്ട് ഒബ്സർവ് ചെയ്യുന്ന, അല്ല ഒബ്ജക്റ്റിനെ തൊട്ടടുത്തുള്ള ലെൻസിനെ ഒബ്ജക്റ്റീവ് എന്ന് പറയും. ഇതാണ് 2 മെയിൻ പാർട്ട് ഓഫ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ദ 2 മെയിൻ പാർട്സ് ഓഫ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആർ ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ്. ഒബ്ജക്റ്റീവ് എന്താ? ലെൻസ് പ്ലേസ് ക്ലോസ് ടു ദ ഒബ്ജക്റ്റ് ടു ബി ഒബ്സർവ്ഡ്. നമുക്ക് ഒബ്സർവ് ചെയ്യാനുള്ള ഒബ്ജക്റ്റിൻ്റെ അടുത്ത് വരുന്ന ലെൻസാണ് എന്ത്? ഒബ്ജക്റ്റീവ്. ഐ പീസോ, നമ്മൾ ഇമേജിനെ കാണാൻ വേണ്ടി നോക്കുന്ന ലെൻസിനെ ഐ പീസ് എന്ന് പറയും. ഓക്കെ, ഐ പീസ് ഉണ്ടാക്കുന്ന ഇമേജാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പോയിൻ്റ് ഒരിക്കലും മറക്കരുത്. ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐ പീസ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ്. ഫോക്കൽ ലെങ്ത്, ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും കൂടുതലായിരിക്കും, കാരണം നമ്മൾ അതുകൂടെയല്ല നോക്കുന്നത്. അപ്പോൾ വലുതായി കാണണമെങ്കിൽ ആ ഐ പീസ് എന്ന് പറയുന്ന ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കണം? ഗ്രേറ്റർ ആയിരിക്കണം. ഒബ്ജക്റ്റിൻ്റെ കാട്ടിയും ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കണം. ഓക്കെ, മറക്കരുത്. ഇനി അടുത്ത ഡിവൈസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഉറുമ്പിനെയാണ് ഒബ്സർവ് ചെയ്യുന്നത് അല്ലേ. ഇവിടെയാണ് ഉറുമ്പ് വെച്ചിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഒബ്ജക്റ്റ്. ഇവിടെ നമുക്കൊരു കോൺവെക്സ് ലെൻസ് ഉണ്ട്, ഇവിടെ രണ്ടാമത്തെ ലെൻസും ഉണ്ട്. ഇതാണ് നമ്മളുടെ ഐ പീസ്, ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് അല്ലേ. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ലെൻസ്. അപ്പം ആദ്യം നമ്മളിപ്പോൾ ഇവിടെ ഒബ്സർവ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു, ഈ ലെൻസ് മാത്രമേ ഇവിടെയുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ ബിറ്റ്വീൻ 2F ആൻഡ് F വെച്ച് കഴിഞ്ഞാൽ ഇമേജ് കാണുന്നത് എവിടെ ആയിരിക്കും? ഇവിടെ ആയിരിക്കും അല്ലേ. ബിയോണ്ട് 2F ന്ന് കുറച്ച് പുറകോട്ട്. ഇതാണ് ഈ ലെൻസ് കാരണം ഉണ്ടാവുന്ന ഇമേജ്. തലകുത്തനാണ് അല്ലേ, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. പിന്നെ ഇവിടെ ഈ ലെൻസും കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ, ഐ പീസും കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ ആ ഫോം ചെയ്ത ഇമേജ് ഉണ്ടല്ലോ, ഇത് തലകുത്തനുള്ള ഈ ഉറുമ്പ് അല്ലേ, ഈ ഉറുമ്പ്, ആ ഉറുമ്പ് ഈ ലെൻസിൻ്റെ 2Fൻ്റെയും ഒബ്ജക്റ്റീവിൻ്റെയും അല്ലെങ്കിൽ ഒപ്റ്റിക് സെൻറ്ററിൻ്റെ ഇടയിലാണ് വരുന്നത് അല്ലേ, ഇടയിലാണ് വരുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ലെൻസ് കൂടെ ഒബ്സർവ് ചെയ്യുമ്പം ഇമേജിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഈ ഉറുമ്പ് ഒന്നും കൂടി വലുതായി നമുക്ക് കാണും അല്ലേ, ഒന്നും കൂടി വലുതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആയിട്ട് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ടേബിളാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. ഈ ചിത്രത്തിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു നമ്മൾ മൈക്രോസ്കോപ്പ് കൂടെ നോക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടേബിളാണത്. അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നമുക്ക്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് കോളത്തിൻ്റെ ഹെഡിങ്? ലെൻസ് ഉണ്ട്, ഒബ്ജക്റ്റീവും ഐ പീസും. കോൺവെക്സ് ലെൻസ് ഓർ കോൺകേവ് ലെൻസ്. വെൻ ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ് ലെൻസസ് ആർ കമ്പയർഡ്, ഫോക്കൽ ലെങ്ത് കൂടുതലാണോ കുറവാണോ? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജസ് ഫോംഡ്. ഇമേജ് ഫോം ചെയ്ത പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അപ്പോൾ ആദ്യം ഒബ്ജക്റ്റീവ്
നമ്മളിവിടെ എടുത്തിട്ടുള്ള ലെൻസ് ഏതാ? കോൺവെക്സ് ലെൻസ് ആണ് അല്ലേ? കോൺവെക്സ് ലെൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഒബ്ജക്റ്റീവ് ഇസ് കോൺവെക്സ് ലെൻസ്. പിന്നെ ചോദിച്ചെന്താ? ഫോക്കൽ ലെങ്ത് മോർ ഓർ ലെസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫോക്കൽ ലെങ്ത് കുറവാണ് അല്ലേ? കോൺവെക്സ് ലെൻസാണ് എടുത്തത്. അവിടെ എടുത്തതിൻ്റെ ഫോക്കൽ ലെങ്ത് കുറവാണ്. അടുത്തിട്ടല്ല നമ്മൾ എടുത്തത്, കുറവ് പൊസിഷനിലുള്ള ഫോക്കൽ ലെങ്ത്താണ് എടുത്തത്. ലെൻസിൻ്റെ അടുത്തല്ല ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്. അപ്പം ഫോക്കൽ ലെങ്ത് എന്താണ്? ലെസ് ആണ് വരുന്നത്. അങ്ങനെ ആവുമ്പം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഫോംഡ് എന്താ? നമ്മൾ കണ്ട് ഇൻവേർട്ടഡ് ആണ്, റിയൽ ആൻഡ് ലാർജ് ഒബ്ജക്റ്റ് ആണ് നമുക്കവിടെ ഒബ്ജക്റ്റീവിൽ കാണുന്നത്. ഇൻവേർട്ടഡ് ആൻഡ് റിയൽ ആണ്, ലാർജ് ആണ്, ഒബ്ജക്റ്റിനെക്കാട്ടി വലുതാണ്. ഇൻവേർട്ടഡ്, റിയൽ കമ്പയർഡ് ടു ഒബ്ജക്റ്റ് വലിപ്പം കൂടുതലല്ലേ, ലാർജാണ്. ഇനി ഐ പീസിൻ്റെ ഭാഗം. ഐ പീസ് നമ്മൾ എടുത്തത് തന്നെയാണ്, നമുക്ക് ഡയഗ്രാം കണ്ടാൽ അറിയാം അല്ലേ? കോൺവെക്സ് ലെൻസാണ് ഇവിടെ എടുത്തത്, കോൺവെക്സ് ലെൻസ് തന്നെയാണ്. ഐ പീസും ഒബ്ജക്റ്റീവ് രണ്ടും കോൺവെക്സ് ലെൻസാണ്. ഐ പീസിൻ്റെ നേരത്തെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഐ പീസ് എന്തായിരിക്കും? ഫോക്കൽ ലെങ്ത് ഗ്രേറ്റർ ആവണ്ടേ? ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് ഗ്രേറ്റർ ആയിരിക്കണം. അപ്പോൾ ഫോക്കൽ ലെങ്ത് ഗ്രേറ്റർ അല്ലെങ്കിൽ മോർ. നമ്മൾ നേരത്തെ ഓൾറെഡി ഞാൻ മുകളിൽ പറഞ്ഞതാണ്, ഫോക്കൽ ലെങ്ത് എന്തായിരിക്കണം? ഐ പീസിൻ്റെ മോർ ആയിരിക്കണം. അപ്പോൾ വീണ്ടും നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? നമ്മൾ മൈക്രോസ്കോപ്പ് കൂടെ നോക്കുമ്പോൾ തല കുത്തനെയാണോ കാണുന്നത്? അല്ല, നമുക്കത് നേരെയാക്കി കാണിച്ചു തരും അല്ലേ? നേരെയാക്കി കാണിച്ചു തരും. നമ്മളെപ്പോഴും കാണുന്നത് വെർച്വൽ, ഇറക്റ്റ് ആൻഡ് ലാർജ് ഇമേജ് ആയിരിക്കും. ഇവിടെ ഐ പീസ് കൂടെ നമ്മൾ കാണുന്ന ഇമേജ് എങ്ങനെയായിരിക്കും? വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, അതേപോലെ തന്നെ ലാർജ് ആയിരിക്കും. വെർച്വൽ, ഇറക്റ്റ് ആൻഡ് ലാർജ് ഇമേജ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ കണ്ടത്. അപ്പം കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്തൊക്കെയാണ്? ഐ പീസും ഒബ്ജക്റ്റീവും. ഐ പീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഐ വെക്കുന്ന ഭാഗം. ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഐ കൂടെ നമ്മൾ എന്താ കാണുന്നത്? ഇമേജാണ് കാണുന്നത്. നമ്മൾ വെക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഇമേജാണ് കാണുന്നത്. ആ ഇമേജ് നോക്കുന്ന ഭാഗമാണ് ഐ പീസ്. ഒബ്ജക്റ്റ് വെക്കുന്ന തൊട്ടടുത്തുള്ള അല്ലെ ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യുന്ന ലെൻസിനെ നമ്മൾ എന്ത് പറയും? ഒബ്ജക്റ്റീവ് എന്ന് പറയും. ഈ ഐ പീസ് ഒബ്ജക്റ്റീവിനും എന്തിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്? അതിൻ്റെ ഫോക്കൽ ലെങ്തിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ എപ്പോഴും ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് കൂടുതലാണോ കുറവാണോ വേണ്ടത്? കൂടുതലായിരിക്കണം. ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും കൂടുതലായിരിക്കണം ഒബ്ജക്റ്റീവിൻ്റെ കാട്ടിയും. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒബ്ജക്റ്റിനെ വലുതായി മാഗ്നിഫൈഡ് ആയിട്ട് കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഇപ്പം ബേസ് ചെയ്ത് നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കിയില്ലേ? അതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. വേർ ഷുഡ് ദ ഒബ്ജക്റ്റ് ബി ഒബ്സർവ്ഡ് ബി കെപ്റ്റ് വിത്ത് റെഫറൻസ് ടു ദ ഒബ്ജക്റ്റീവ്? ബിയോണ്ട് 2f ആണോ അല്ലെങ്കിൽ ബിറ്റ്വീൻ f0 ആൻഡ് 2f0 ആണോ? നമ്മളിപ്പോൾ വെച്ചത് എവിടെയായിരുന്നു ആ ചിത്രത്തിൽ? എപ്പോഴും നമ്മളത് വെക്കേണ്ടത് ബിറ്റ്വീൻ f0 ആൻഡ് 2f0. f0ൻ്റെയും 2f0ൻ്റെ അവിടെ ആയിരിക്കണം നമ്മൾ എന്ത് വെക്കേണ്ടത്? ഒബ്ജക്റ്റ് വെക്കേണ്ടത്. ഓക്കെ, ഒബ്ജക്റ്റ് വെക്കേണ്ടതാണ്. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ്? ഒബ്ജക്റ്റീവ് കൊണ്ട് ഇമേജ് ഫോം ചെയ്തപ്പം പ്രീവിയസ് ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം അത് ഫോം ചെയ്ത് എവിടെയാണ്? ബിയോണ്ട് 2f0 ആണ്. ഓക്കെ, ബിയോണ്ട് 2f0 ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുക. ആ ഇമേജിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ഇൻവേർട്ടഡ് ആയിരുന്നു, റിയൽ ആയിരുന്നു, ലാർജ് ആയിരുന്നു അല്ലേ? ഇൻവേർട്ടഡ്, റിയൽ ആൻഡ് ലാർജ്. വാട്ട് വുഡ് ബി ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ ദ ഐ പീസ്? ഐ പീസ് കൊണ്ടുണ്ടാവുന്ന അതിൻ്റെ ഇമേജിൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു അല്ലേ? എന്തായിരുന്നു പ്രത്യേകത? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ഇമേജ്? ഐ പീസ് കാരണം ഉണ്ടായത് എന്താ? നമ്മൾ നോക്കുമ്പം റിയൽ മാറിയിട്ട് എന്തായി? വെർച്വലായി, ഇറക്റ്റായി, ലാർജായി അല്ലേ? വലുപ്പം വന്നു. അപ്പോൾ വീണ്ടും നമ്മുടെ എക്സ്പ്ലനേഷൻ കൊടുത്തത് എന്താ? ദ ഒബ്ജക്റ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ബിറ്റ്വീൻ എവിടെ വെക്കേണ്ടത്? f0 ആൻഡ് 2f0. ഒബ്ജക്റ്റീവിൻ്റെ f0ൻ്റെയും 2f0ൻ്റെയും ഇടയിലായിരിക്കണം ഒബ്ജക്റ്റ് വെക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? ലാർജ് റിയൽ ഇൻവേർട്ടഡ് ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഫോംഡ് ബിയോണ്ട് 2f0 അല്ലെങ്കിൽ 2f0. അപ്പം ഇമേജ് 2f0ൻ്റെ ഒബ്ജക്റ്റിൻ്റെ 2f0ൻ്റെ അപ്പുറത്തായിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെ ദിസ് ആക്ട് ആസ് ഒബ്ജക്റ്റ് ഫോർ ദ ഐ പീസ്. അപ്പം നമ്മൾ ആദ്യത്തെ ലെൻസ് കൂടെ അല്ലേ, നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന ലെൻസിൻ്റെ ഇമേജാണ് നമുക്ക് എവിടെ ഉണ്ടാവുന്നത്? 2f0 ഉണ്ടാവുന്നത്. ആ 2f0 ഉണ്ടാവുന്ന ആ ഇമേജ് ഉണ്ടല്ലോ, ആ ഇമേജ് ഐ പീസ് കൂടെ നോക്കുമ്പം
ഐ പീസിന് അതെന്താ, ഐ പീസിൻ്റെ ഒബ്ജക്റ്റാണത് അല്ലേ. നമ്മളുടെ ഒബ്ജക്റ്റീവ് ഉണ്ടാക്കിയ ഇമേജ് ഐ പീസിൻ്റെ ആരായി മാറും, ഐ പീസിൻ്റെ ഒബ്ജക്റ്റായി മാറും. ആ ഐ പീസിൻ്റെ ഒബ്ജക്റ്റ് 2f0-ആണുള്ളത്. അപ്പോൾ അതൊന്നും കൂടി വലുതായി കാണും അല്ലേ. ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും ഫോക്കൽ ലെങ്ത്തിൻ്റെയും ഇടയിലാണ്. അതാണ് എഫ് ഇ എന്ന് പറയുന്നത്. എഫ് ഇ എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഓഫ് ഫോക്കസ് ഓഫ് ഐ പീസ്, ഫോക്കൽ ലെങ്ത് അല്ല സോറി, ഫോക്കസ് ഓഫ് ഐ പീസ്. അപ്പം ഐ പീസിൻ്റെ എന്ന് പറയുന്ന ആ ലെൻസിൻ്റെ ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും ഫോക്കസിൻ്റെയും ഇടയിലാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് ഉണ്ടാക്കിയ ഇമേജ് നിൽക്കുന്നത്. അപ്പോൾ അതൊന്നും കൂടെ വലുതായി കാണും അല്ലേ. അപ്പം അവിടെ നമുക്ക് കിട്ടുന്ന ഇമേജിൻ്റെ നേച്ചർ എന്തായിരിക്കും, ഒരു വലിയ വെർച്വൽ ഇമേജ് ആണ് നമുക്ക് ഐ പീസ് കാണിച്ചു തരുന്നത്. ഓക്കെ, ഐ പീസ് കാണിച്ചു തരുന്നത് മനസ്സിലായോ എന്താണെന്നുള്ളത്. നിങ്ങൾ ഒന്നും കൂടെ കുറേ പ്രാവശ്യം ഇത് വായിച്ച് നോക്കണം. വായിച്ച് നോക്കി ഉറപ്പാക്കുക, കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കണം. ഓക്കെ, ഇനി ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് കൂട്ടിക്കഴിഞ്ഞാൽ വിൽ നോട്ട് ബി ബെനിഫിഷ്യൽ ഇൻ ദ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. വാട്ട് ഈസ് ദ റീസൺ? ഇപ്പോൾ ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവുന്നില്ല കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ. എന്തുകൊണ്ട്? അപ്പം ഇഫ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസ് ഇസ് ലോങ്, ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് വലുതാണെങ്കിൽ സൈസ് ഓഫ് ദി ഇമേജ് എന്തായിരിക്കും, ചെറുതായിരിക്കും. നമ്മൾ അടുത്ത റിലേഷൻ കണ്ടതാണ് അല്ലേ. ഫോക്കൽ ലെങ്ത്തിൻ്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ് വരുന്നത്. ഫോക്കൽ ലെങ്ത് അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ ഇമേജിൻ്റെ സൈസ് റെഡ്യൂസ്ഡ് ആവും. ദാറ്റ് മീൻസ് മാഗ്നിഫിക്കേഷൻ വിൽ ബി ലെസ്. നമുക്ക് ഐ പീസ് കൂടെ ഉണ്ടാവുന്ന മാഗ്നിഫിക്കേഷൻ കുറഞ്ഞു പോകും. അതുകൊണ്ട് ഒബ്ജക്റ്റീവ് ലെൻസ് എങ്ങനെയായിരിക്കണം, ഫോക്കൽ ലെങ്ത് കുറഞ്ഞതായിരിക്കണം. ഷോർട്ടർ ഫോക്കൽ ലെങ്ത് ആയാൽ മാത്രമേ ഐ പീസ് കൂടെ നമുക്ക് വലിയ ഇമേജിനെ കാണാൻ സാധിക്കുള്ളൂ. ക്ലിയറായോ? ഓക്കെ, പിന്നെ വരുന്ന അവസാനത്തെ ഒരു ഡിവൈസാണ് എന്ത്, റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ്. അപ്പം ടെലിസ്കോപ്പ് നമ്മൾ ഒബ്സർവേറ്ററിയിലാണ് യൂസ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. സ്കൈലൊക്കെ ഒബ്സർവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ടെലിസ്കോപ്പ്. അപ്പോൾ ഈ ടെലിസ്കോപ്പിനും മൈക്രോസ്കോപ്പിൻ്റെ പോലെ തന്നെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണുള്ളത്, ഒരു ഐ പീസും ഒരു ഒബ്ജക്റ്റീവും. പക്ഷേ നിങ്ങളിവിടെ കണ്ടാൽ അറിയാം, ഈ നീളം കൂടിയൊരു ഭാഗമുണ്ട് അല്ലേ. നീളം കൂടിയതാണ്, മൈക്രോസ്കോപ്പിൻ്റെ അത്ര ചെറുതല്ല. ഈ രണ്ടും ഐ പീസിൻ്റെയും അതേപോലെ തന്നെ ഒബ്ജക്റ്റീവിൻ്റെയും ഇടയിലുള്ള ഈ ദൂരം, ഇവിടെയാണ് ഐ പീസ് വരുന്നത്. ഉണ്ടോ, ഇത്ര നീളൊരു ട്യൂബ് പോലത്തെ സ്ട്രക്ചർ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് വ്യത്യാസം വരുന്നത് നോക്കാം എന്താന്ന്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു, മെയിൻ പാർട്ട് ഓഫ് ദ ടെലിസ്കോപ്പ് എന്താ, ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ്. ഒബ്ജക്റ്റീവ് ഐ പീസ് തന്നെയാണ് ഇതിൻ്റെയും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ കോൺവെക്സ് ലെൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റിഫ്രാക്ഷൻ ടെലിസ്കോപ്പ് വലിയ ഫോക്കൽ ലെങ്ത് ഉള്ള കോൺവെക്സ് ലെൻസാണ്, കോൺവെക്സ് ഓഫ് ലെൻസർ ഫോക്കൽ ലെങ്ത്തും. ഓക്കെ, രണ്ട് ഭാഗമുണ്ട്. നേരത്തെ പോലെ തന്നെ ഒരു ലെൻസ് ഫോക്കൽ ലെങ്ത് കൂടിയത്, മറ്റേ ലെൻസ് എന്താണ് ഫോക്കൽ ലെങ്ത് കുറഞ്ഞതും. അങ്ങനെ രണ്ട് ടൈപ്പ് ലെൻസസ് ആണ് ഒബ്ജക്റ്റീവ് ഐ പീസിൽ യൂസ് ചെയ്യുന്നത്. അതൊരു വ്യത്യാസമില്ല. ഇനി ഈ ടേബിൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കൂടി ഐഡിയ ഉണ്ടാവും. അപ്പം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒബ്ജക്റ്റീവിൽ യൂസ് ചെയ്യുന്ന ലെൻസിൻ്റെ പ്രത്യേകത എന്താണ്, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും തമ്മിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റീവ് ഓഫ് റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ്, അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒബ്ജക്റ്റീവിൽ യൂസ് ചെയ്യുന്ന ലെൻസസ് ആർ കമ്പയർഡ്. ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും, ഫോക്കൽ ലെങ്ത് ഒബ്ജക്റ്റീവ് ആകുമ്പോൾ ഇവിടെ കൂടുതലാണ് വരുന്നത്. മോർ ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസാണ് നമ്മൾ ഒബ്ജക്റ്റീവിൽ യൂസ് ചെയ്യുന്നത്. കാരണം മൈക്രോസ്കോപ്പിൻ്റെ പോലെ തൊട്ടടുത്താണോ നമ്മൾ ഒബ്ജക്റ്റ് കൊണ്ട് വെക്കുന്നത്, എത്രയോ ലക്ഷക്കണക്കിന് ദൂരത്താണ് എന്തുള്ളത്, സ്റ്റാർസൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ ലോങ് ഡിസ്റ്റൻസിലാണ് നമ്മളുടെ ഒബ്ജക്റ്റ് കിടക്കുന്നത്. മൈക്രോസ്കോപ്പിൽ അങ്ങനെയല്ല, മൈക്രോസ്കോപ്പിൽ ഒബ്ജക്റ്റ് വളരെ അടുത്താണുള്ളത്. ആ സമയത്ത് നമ്മൾ ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് എന്തായിരുന്നു, കുറവായിരുന്നു. ഓക്കെ, ഫോക്കൽ ലെങ്ത് ഒബ്ജക്റ്റീവിൻ്റെ കുറവായിരുന്നു അവിടെ എടുത്തത്. അപ്പം ഇവിടെ വ്യത്യാസം മനസ്സിലാക്കുക. ഇവിടെ ഒബ്ജക്റ്റ് എത്രയോ ദൂരത്താണ് ഉള്ളത്. അതുകൊണ്ട് നമ്മളിവിടെ ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കണം, കൂടുതലായിരിക്കണം. ഓക്കെ, കൂടുതലായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ എപ്പേർച്ചർ പറഞ്ഞാൽ ഈ ബെൻഡിങ്, എപ്പേർച്ചർ ഇതാണ് ബെൻഡിങ്. ഇവിടെ കണ്ടോ, ഇവിടെ ബെൻഡിങ് വളരെ
കൂടുതലാണ്, നേരിയതാണ് വരുന്നത്. ഇവിടെ കണ്ടോ ബെൻഡിങ് കുറവാണ്. ബെൻഡിങ് കുറവെന്ന് ഉദ്ദേശിക്കുന്നത് നീളം. ഓക്കെ, തിന്നാണോ തിക്കാണോ ഉദ്ദേശിക്കുന്നത്, അതാണ് എപ്പർച്ചർ എന്ന് പറയുന്നത്. ഈ എപ്പർച്ചർ ഇവിടെ കൂടുതലാണ്, നല്ലോണം നീട്ടിയിട്ടാണുള്ളത് അല്ലേ. ഇവിടെ എപ്പർച്ചർ കണ്ടോ കട്ടിയുള്ള ലെൻസാണ്. അപ്പോൾ നിങ്ങൾ കട്ടി കുറഞ്ഞതാണോ കൂടിയതാണോ നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. എപ്പർച്ചർ മോറാണോ ലെസ്സാണോ, അതായത് അതിൻ്റെ നീളം കൂടുതലാണോ തിക്കാണോ തിന്നാണോ, നമ്മൾ ഒബ്ജക്റ്റീവിൻ്റെ എപ്പർച്ചർ ഇവിടെ, അല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ് എന്താ, അല്ലെങ്കിൽ നീളം എന്താ, നീളം നോക്കിയാൽ മതി കേട്ടോ. നീളം എന്താ കൂടുതലാണ്, അതാണ് എപ്പർച്ചർ. റിഫ്ലക്റ്റിംഗ് സർഫസിനെ നമ്മൾ എന്ത് പറയുന്നത്, ലെങ്ത് ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇസ് നോൺ ആസ് എപ്പർച്ചർ. അപ്പോൾ ഇവിടെ റിഫ്ലക്റ്റിംഗ് സർഫസ് നിങ്ങളിവിടെ കണ്ടോ വലിപ്പം കൂടുതലല്ലേ, റിഫ്ലക്റ്റിംഗ് സർഫേസ് കൂടുതലാണ്. ഇവിടെ ഇതിനെ കമ്പയർ ചെയ്യുമ്പം ഇവിടെ റിഫ്ലക്റ്റിംഗ് സർഫസ് കുറവാണ്. ഓക്കെ, അപ്പം എപ്പർച്ചർ ലെങ്ത് ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്, അല്ലെങ്കിൽ ലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഭാഗമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ റിഫ്ലക്ഷൻ്റെ കാട്ടിയും റിഫ്രാക്ഷനാണ് വരുന്നത്. അതുകൊണ്ട് റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ വലുപ്പം എന്താണ് കൂടുതൽ, എവിടെയാണ് ഒബ്ജക്റ്റീവിലാണ്, മോറാണ് അവിടെ എഴുതിയത്. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ചെറിയ ഇമേജാണ്. ഓക്കെ, നിങ്ങളിവിടെ കണ്ടില്ലേ, റിയൽ ഇൻവേർട്ടഡ് ആൻഡ് സ്മോളർ ഇമേജാണ് ഫോം ചെയ്യുക. റിയൽ ഇൻവേർട്ടഡ് സ്മോൾ ഇമേജാണ്. ഇത് നമ്മൾ എന്തിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ, ഇപ്പം ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ ലെൻസിനെ പറ്റി മാത്രമാണ് കേട്ടോ, രണ്ടും ഒരുമിച്ചിട്ടല്ല ഇപ്പം പറയുന്നത്. ഇനി ഐ പീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും, നേരത്തെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അപ്പോൾ എപ്പർച്ചർ നിങ്ങൾ കണ്ടില്ലേ, നീളം കുറവാണ്, റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ വലുപ്പം കുറവാണ്. അതുകൊണ്ട് ഇവിടെ എപ്പർച്ചർ എന്താ കുറവാണ്, ലെസ്സാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒബ്ജക്റ്റീവ് ഉണ്ടാക്കിയ ആ ഇമേജ് ഈ ഐ പീസിന് ആരായിട്ട് മാറും, ഐ പീസിന് അതൊരു ഒബ്ജക്റ്റായിട്ട് മാറും. എന്നിട്ട് ആ ഐ പീസ് നമ്മളുടെ ഇമേജിനെ എന്താക്കി മാറ്റും, ഒരു വെർച്വൽ ഇറക്റ്റ് ലാർജ് ഇമേജ് ആക്കി മാറ്റും. ഓക്കെ, ഒബ്ജക്റ്റീവ് ചെറിയ ഇമേജാണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഈ ഐ പീസ് അവിടെ ഫോം ചെയ്തിട്ട് ഇമേജിനെ വെർച്വലും ഇറക്റ്റും വലുതാക്കി കാണിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നല്ലോണം വായിക്കണം. വായിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് ഓർമ്മ ഉണ്ടാവുള്ളൂ. കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ നല്ലോണം വായിച്ച് നോക്കുക, ഒറ്റ പ്രാവശ്യം നോക്കി വിടരുത്. ഓക്കെ, ലെറ്റ് സി ഹൗ ദ ഇമേജ് ഇസ് ഫോംഡ് ഇൻ ദ ടെലിസ്കോപ്പ്. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ പൊസിഷനും അതിൻ്റെ പ്രത്യേകത എന്താ നോക്കാം. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റ് വളരെ വളരെ ദൂരത്താണ്, മൈക്രോസ്കോപ്പിന് തൊട്ടടുത്തല്ല. അപ്പം ഒബ്ജക്റ്റ് എവിടെയാണ്, ഫാർ അവേ, വളരെ ദൂരത്താണ്. ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ് ഈസ്, ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും, ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ് നേരത്തെ നമ്മളവിടെ എഴുതിയിട്ടേ ഉള്ളൂ. ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്തോ കൂടുതലായിരിക്കും, ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ഈസ് ഗ്രേറ്റർ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ദ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് ഉണ്ടാക്കുന്ന ഇമേജിൻ്റെ പ്രത്യേകത എന്തായിരുന്നു, സ്മോളും റിയൽ ഇമേജ് ആയിരുന്നു അല്ലേ. ഒബ്ജക്റ്റീവ് ഉണ്ടാക്കുന്ന സ്മോൾ ആൻഡ് റിയൽ ആണ്. പിന്നെ നമ്മളുടെ ഐ പീസാണ് അതിനെ വലുതാക്കി കാണിക്കുന്നത്. വിച്ച് ഓഫ് ദ ലെൻസസ് യൂസ് ദിസ് ഇമേജ് ആസ് ഇറ്റ്സ് ഒബ്ജക്റ്റ്. അപ്പോൾ ആരൊക്കെയാണ് നേരത്തെ ഫോം ചെയ്ത ഇമേജിനെ അതിൻ്റെ ഒബ്ജക്റ്റായിട്ട് കണക്കാക്കുന്നത്, ആരാണ് ബാക്കിയുള്ളത്, ഐ പീസാണ് അല്ലേ. ഐ പീസാണ് അതിൻ്റെ ഒബ്ജക്റ്റായിട്ട് കണക്കാക്കുന്നത്. നേരത്തെ നമ്മളുടെ ഒബ്ജക്റ്റീവ് ഉണ്ടാക്കിയ ഇമേജ് ഐ പീസ് അതിനെന്താക്കി മാറ്റുന്നു, അതിൻ്റെ ഒബ്ജക്റ്റായി മാറ്റുന്നു. ദ ഇമേജ് വി സീ ത്രൂ ദ ഐ പീസ് ഈസ് റിയൽ ആൻഡ് വെർച്വൽ. റിയൽ ആണോ വെർച്വൽ ആണോ, വെർച്വൽ ആണ്. ഐ പീസ് കൂടെ നമുക്ക് കാണുന്ന ഇമേജ് എന്താണ്, വെർച്വൽ ഇമേജാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്. ഇതാണ് ഒന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഐ പീസ് ഇവിടെയാണ് കാണുന്നത്, നമ്മളുടെ ഒബ്ജക്റ്റ് ഇവിടെയാണുള്ളത്. ഒബ്ജക്റ്റ് ഇവിടെ, ഐ പീസ് ഇവിടെ. നടുവിൽ കണ്ടോ നീളത്തിലുള്ളൊരു PVC പൈപ്പ് വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കി കൺസ്ട്രക്ട് ചെയ്യാനേ ഉള്ളൂ. അപ്പം അവിടെ ഐ പീസിൻ്റെ ഒബ്ജക്റ്റിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അത് ശരിക്കും മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മളുടെ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ചാനലിലെ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു.